السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. ഏറ്റവും ബഹുമാനാതുള്ള നിറഞ്ഞ ഗുരുശ്രേഷ്ഠരെ, വിദ്യാകർത്താക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഫാഷിസത്തിൻ്റെയും ഫ്യൂഡലിസത്തിൻ്റെയും ഓത്തുപള്ളികളായി ഒരു ഭാഗത്ത് മതങ്ങളും രാഷ്ട്രങ്ങളും രാഷ്ട്രീയങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്തെ അക്രമങ്ങളും ആക്രോശങ്ങളും അസഹിഷ്ണുതകളും സർവോപരി ഇസ്ലാമോഫോബിയകളും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക സാഹചര്യത്തിൽ അസഹിഷ്ണുതയുടെ കാലത്തെ മുസ്ലിം എന്ന വിഷയം എന്തുകൊണ്ടും കാലിക പ്രശസ്തിയുണ്ട്. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ തൗഫീഖ് നൽകിയ നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹീൻ വഅൽ. ഞാനൊരു ഇസ്ലാമോഫോബിയാണ്. ഞാൻ മുസ്ലിമിനെ ശക്തമായി വെറുക്കുന്നു. അദ്ദേഹത്തിന്റെ ആ കറുത്ത താടി കണ്ടപ്പോൾ മുസ്ലിമാണെന്ന് കരുതി റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട് അദ്ദേഹത്തെ ഞാൻ കൊലപ്പെടുത്തിയെന്ന് ന്യൂയോർക്കിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടിക്കപ്പെട്ട ഒരു സ്ത്രീ പോലീസിന് മുമ്പാകെ മൊഴി നൽകുകയുണ്ടായി. സമകാലിക സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണിത്. 2001 സെപ്റ്റംബർ 11 ലോകത്തെ തന്നെ നെട്ടിയുറപ്പിച്ച അമേരിക്കയിലെ മാനം തൊട്ട് നിൽക്കുന്ന ഇരട്ട ഗോപുരങ്ങൾ തകർക്കപ്പെടുകയുണ്ടായി. 22 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അതിന്റെ പേരിൽ അവിടുത്തെ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ഒരു ആയുധം പോലും ഇല്ലാതെ റോഹിംഗ്യയിലെ റംഗൂണിന്റെ തെരുവീഥികളിൽ അന്തിയുറങ്ങുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങളെ തീവ്രവാദികളാണെന്ന് ചാപ്പകുത്തിയിരുന്ന അരമനയിൽ നിദ്രയിരിക്കുന്ന നാഗസർപ്പങ്ങൾ. അതുകൊണ്ട് ഈ പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടിനെ നാം പ്രതികരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പൂർവ്വകാല പണ്ഡിതന്മാരും നമുക്ക് കാണിച്ചു തന്ന ആ മഹിതമായ നിർമാർഗത്തിലൂടെയാണ് കേവലം ന്യൂനപക്ഷം മാത്രമായിരുന്ന പ്രവാചകനും സ്വഹാബത്തും മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ത്വായിഫിലേക്ക് പലായനം ചെയ്തു. അവിടെ നിന്ന് കല്ലെറിഞ്ഞ് അട്ടിയോടിക്കപ്പെട്ടു. പക്ഷേ സമാധാനത്തിന്റെ മാർഗം അവലംബിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയി. തീർന്നില്ല, മാത്രമല്ല തോക്കല്ലൂസ് രാജാവിന്റെ ആക്രമണങ്ങൾ സഹിക്കാൻ വയ്യാതെയായിരുന്നു അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ അഭയം പ്രാപിച്ചത്. എവിടെയും ഇസ്ലാം സമാധാനത്തിന്റെയും സാമീപ്യത്തിന്റെയും മാർഗങ്ങളാണ് അവലംബിച്ചിട്ടുള്ളത്. അസഹിഷ്ണുതയുടെ വേരുകൾ വീതറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മനുഷ്യന്റെ അന്തസ്സിനെയും മാനവരാശിയുടെ സമഭാവനയെയും മനുഷ്യന്റെ അവകാശങ്ങളെയും അംഗീകരിക്കലാണല്ലോ സഹിഷ്ണുത. മനുഷ്യർ ഭാവത്തിലും സാഹചര്യത്തിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യസ്തരാണെങ്കിലും അവർക്ക് തനതായ രീതിയിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് സഹിഷ്ണുത എന്ന് ഐക്യരാഷ്ട്രസഭയുടെ കീഘടകമായ യുനെസ്കോ നിർവചിക്കുന്നത്. മതങ്ങളിലും സമൂഹങ്ങളിലും സമുദായങ്ങളിലും കുടുംബങ്ങളിലും രാഷ്ട്രങ്ങളിലും പ്രത്യയ ശാസ്ത്രങ്ങളിലും സഹിഷ്ണുത അനിവാര്യമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മനുഷ്യ സമൂഹം എല്ലാം പരസ്പരം സഹോദരന്മാരാണെന്നും ഇതര മതസ്ഥരുമായി നല്ല ബന്ധം പുലർത്തുക എന്നത് ധാർമ്മിക ബാധ്യതയായിട്ടുമാണ് ഇസ്ലാം കണക്കാക്കുന്നത്. അവിടെ കറുത്തനോ വെളുത്തവനോ നാട്ടുകാരനോ കുടിയേറ്റക്കാരനോ എന്നിങ്ങനെ വേർതിരികളൊന്നുമില്ല. ഖുർആൻ പറയുന്നത് കാണാം, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ ഇസ്ലാം എല്ലാ സമൂഹത്തോടും സഹിഷ്ണുതയോടെ വർദ്ധിക്കാനാണ് ഉത്ബോധിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, GCC രാഷ്ട്രങ്ങളിൽപ്പെട്ട UAE 2019 ദി ഇയർ ഓഫ് ടോളറൻസ് സഹിഷ്ണുതാ വർഷമായാണ് ആചരിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആചരണത്തിൽ മാനവ ജനങ്ങൾക്കിടയിൽ തികച്ചും അനിവാര്യമായ സഹിഷ്ണുതയാണ് ഉദ്ഘോഷിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറയുന്നത് കാണാം, സഹിഷ്ണുത, ബഹുവിശ്വാസങ്ങൾക്കിടയിലുള്ള സമത്വം തുടങ്ങിയ മൂല്യങ്ങളെ ഉയർത്തിപ്പിക്കാതെ നമ്മുടെ രാജ്യത്തിന് ഭാവിയില്ല എന്നതാണ് അദ്ദേഹം കുറിച്ചത്. UAE സഹിഷ്ണുതാ വർഷാചരണ അന്താരാഷ്ട്ര ശ്രദ്ധ നേടാൻ കഴിഞ്ഞു. ഇതിനാൽ നമ്മുടെ ഭാരതാംബയുടെ മണ്ണിൽ പരസ്പരം വിദ്വേഷവും വർഗീയതയും ചൂഷണവും കുഴിച്ചുമുടേണ്ട സമയം ഏറെ അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് അസഹിഷ്ണുതയുടെ കാലത്തെ ഒരു മുസ്ലിമിന് വേണ്ടത് ഉത്തമമായ മുഅ്മിനായി ജീവിക്കുക എന്നതാണ്, കറകളഞ്ഞ വിശ്വാസിയാവുക എന്നതാണ്. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചപ്പോഴല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ വിശ്വാസത്തെ അടിയുറച്ചപ്പോഴല്ലോ മഹാനായ ഉബൈദുല്ലാഹ് ഇബ്നു ദാഫൂദ് സാമി റളിയല്ലാഹു അൻഹുവിനെ നാദൻ തിളക്കുന്ന എണ്ണയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ആ വിശ്വാസത്തെ
അവിശ്വാസത്തെ വായിച്ചറിഞ്ഞപ്പോൾ കമലാദാസ് കമലാസുരയായി മാറി. അവിശ്വാസത്തെ അനുഭവിച്ചറിഞ്ഞപ്പോൾ കാഷ്യസ് ക്ലേ മുഹമ്മദ് അലി ക്ലേയായി, അഖില ആദിയായി, ആതിര ആയിഷയായി. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം പരിശുദ്ധ ഇസ്ലാമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ലണ്ടനിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ ഫ്ലൈസ് മാറ്റേഴ്സ് 2011 പ്രസിദ്ധീകരിച്ച എ മൈനോരിറ്റി വിത്ത് മൈനോരിറ്റി എന്ന പഠനത്തിൽ അമേരിക്കയിലെ വെളുത്ത വർഗ്ഗക്കാർ ഇസ്ലാമിലേക്ക് വന്നതിനെ സമഗ്രമായി പ്രതിപാദിക്കുന്നുണ്ട്. 2001 ഏകദേശം 60,669 പേർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ 55% അമേരിക്കയിലെ വെളുത്ത വർഗ്ഗക്കാരായിരുന്നു അത്രേ. 2005 ആയപ്പോഴേക്കും 5200 പേർ ഇസ്ലാമിന്റെ സമാധാനത്തിലേക്ക് വന്നു. 2010 ആയപ്പോഴേക്കും 3.3 ദശലക്ഷം വരുന്ന അമേരിക്കയിലെ ജനങ്ങളിൽ നിന്നും 23% ഇസ്ലാമിലേക്ക് പുതുമുസ്ലിമുകളായി കടന്നുവെന്ന് പഠനങ്ങൾ പറയുമ്പോൾ നാം മുസ്ലിമുകൾ ആലോചിക്കേണ്ടത് ഇസ്ലാമിനെതിരെ ആക്രമണങ്ങളും ആക്രോശങ്ങളും അസഹിഷ്ണുതകളും സർവോപരി ഇസ്ലാമിനെ ഫോബിയകൾ പിന്തുണ നൽകുന്ന ഇസ്ലാമിന്റെ ശത്രു രാജ്യങ്ങളിലാണ് ഇന്ന് ഇസ്ലാം ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യതയാണ്. അസഹിഷ്ണുതയുടെയും ആധുനികതയുടെയും മാർഗങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് ഇസ്ലാമിന്റെ സമാധാന തീരങ്ങളിലേക്ക് കടന്നു വരികയാണ് അവർ. അതുകൊണ്ട് ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്നവരോട് അവർക്ക് മുമ്പിൽ നമുക്ക് വെക്കാനുള്ള തത്വസംഹിതയാണ് വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ ഔലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വേണ്ടില്ല ദൗർബല്യമൊട്ടും ഈ മനസ്സേ, ശാന്തരായിടുവാൻ ബന്ധമില്ലേതുമേ. സത്യവിശ്വാസികൾ തോൽക്കുകയില്ലോർക്കുവിൻ, രക്ഷകൻ കൂട്ടായി നിൽക്കുന്നതല്ലയോ എന്ന് വിശുദ്ധ ഖുർആനിന്റെ കവിതാ വിവർത്തനം സദസ്സിന് സമക്ഷം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.